മണ്ഡല പുനർനിർണയത്തിനെതിരായ വിമർശനങ്ങൾക്ക് മറുപടി പറയാതെ ലോക്സഭയിൽ നരേന്ദ്രമോദി. ബില്ലിനെ എതിർക്കുന്നവർക്കുള്ള മറുപടി സ്ത്രീകൾ നൽകുമെന്ന് മോദി. ബില്ലിന്മേൽ 18 മണിക്കൂർ ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുന്നു. इस महत्वपूर्ण विधेयक पर आज सुबह से चर्चा प्रारंभ हुई है। राष्ट्र के जीवन में कुछ महत्वपूर्ण पल आते हैं और उस समय की समाज की मनस्थिति और नेतृत्व की क्षमता उस पल को कैप्चर करके एक राष्ट्र की अमानत बना देती है। വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ഫെമിന ചേരുന്നുണ്ട്. ഫെമിന, ഇപ്പോൾ ഈ മണ്ഡല പുനർനിർണയത്തിനെതിരായ വിമർശനങ്ങൾക്ക് മറുപടി പറയാതെ ലോക്സഭയിൽ നിന്ന് നരേന്ദ്രമോദി ഇപ്പോൾ ഒഴിവായിരിക്കുകയാണ്. ബില്ലിനെ എതിർക്കുന്നവർക്ക് മറുപടി സ്ത്രീകൾ നൽകുമെന്നാണ് മോദിയുടെ വിചിത്രവാദം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ ഈ വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ സംസാരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ബില്ലാണ് ഇതെന്നും പ്രതിപക്ഷ പാർട്ടി എംപിമാരടക്കം ബില്ലിനെ പിന്തുണക്കണമെന്നുമാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബില്ലിനെ എതിർത്താൽ ചരിത്രം നിങ്ങളെ തെറ്റുകാരെന്ന് വിളിക്കും എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. പ്രതിപക്ഷ പാർട്ടി എംപിമാർ ബില്ലിനെ പിന്തുണക്കുകയാണെങ്കിൽ എല്ലാ ക്രെഡിറ്റും എംപിമാർക്ക് നൽകാം. ഇത് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലും രാജ്യത്തിന്റെ ദിശയെ നിർണ്ണയിക്കുന്ന ബില്ലുമാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് അനീതി കാണിക്കുന്നുണ്ട് എന്നതൊക്കെ പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നതാണ് എന്നും അത്തരത്തിൽ അങ്ങനെയൊന്നില്ല എന്നും എല്ലാ സംസ്ഥാനങ്ങൾക്കും നീതിപൂർവമായിട്ടുള്ള രീതിയിൽ സീറ്റുകളുടെ വിഭജനം നടത്തുമെന്നൊക്കെയാണ് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത്. എന്നാൽ ഈ പ്രതിപക്ഷവും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്കകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണവും അതിൽ വ്യക്തത വരുത്താനും പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. അതിനുള്ള മറുപടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രധാനമന്ത്രി ലോക്സഭയിൽ ഈ പ്രസംഗത്തിലൂടെ ഇന്ന് ചെയ്തത് ഈ ബില്ലിനെ കുറിച്ച് മാത്രമായി അതിന്റെ ബില്ല് രാജ്യത്തിന്റെ ചരിത്രത്തെ മാറ്റുന്നതാണ് എന്നൊക്കെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഷയിൽ സംസാരിക്കുക മാത്രമാണ് പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത്. മറിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ മാറ്റാൻ തയ്യാറായിട്ടില്ല. മറിച്ച് ഈ ഒരു നെഗറ്റീവ്, അതായത് വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ ഈ മണ്ഡല പുനർനിർണയം നടത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. എന്നാൽ ഇതിനെയാണ് പ്രതിപക്ഷം എതിർക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് പ്രതിപക്ഷം വനിതാ സംവരണത്തിനെതിരാണ് എന്നുള്ള ഒരു നെഗറ്റീവ് സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ത്രീകൾ ഈ വനിതാ സംവരണ ബില്ലിനെ അനുകൂലിച്ചില്ല എങ്കിൽ സ്ത്രീകൾ ക്ഷമിക്കില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന പ്രധാനമന്ത്രി നടത്തുന്നത്. പക്ഷേ ഇന്നലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറഞ്ഞിരുന്നത് തങ്ങൾ വനിതാ സംവരണത്തിനല്ല എതിരെ, മറിച്ച് വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം നടത്താനുള്ള, അതും പ്രതിപക്ഷ പാർട്ടികളോട് ആലോചിക്കാതെ, വേണ്ടത്ര വിശാലമായിട്ടുള്ള ചർച്ചകളില്ലാതെ, വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ സർവകക്ഷി യോഗം വിളിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പോലും അംഗീകരിക്കാതെ ഇത്രയും തിടുക്കത്തിൽ സംസ്ഥാനങ്ങളിൽ പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മണ്ഡല പുനർനിർണയ ബില്ലിലൂടെ വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനത്തെയാണ് എതിർക്കുന്നത്. ഈ നിമിഷം നിലവിലുള്ള സീറ്റുകളിലും വനിതാ സംവരണം നടപ്പിലാക്കുകയാണെങ്കിൽ ഈ നിമിഷം അനുകൂലിക്കുമെന്നും ഉപാധികളില്ലാതെയാണ് വനിതാ സംവരണം നടപ്പിലാക്കേണ്ടതുമെന്നുമാണ് പ്രതിപക്ഷം പറയുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷം വനിതാ സംവരണത്തിനല്ല എതിരെന്ന് വ്യക്തമാക്കിയെങ്കിൽ പോലും അതിന് വിരുദ്ധമായിട്ടുള്ളൊരു നെഗറ്റീവ് സൃഷ്ടിച്ചെടുക്കാനാണ് പ്രധാനമന്ത്രി ഇപ്പോൾ തന്റെ പ്രസംഗത്തിലൂടെ ലോക്സഭയിൽ ശ്രമിച്ചത്.